ഉടമ്പടി. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സകല ജീവികൾക്കും, ഭൂമിയിലെ മൃഗങ്ങൾക്കും, ആകാശത്തിലെ പക്ഷികൾക്കും, മണ്ണിലെ ഇഴജന്തുക്കൾക്കും, വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനോടുകൂടി, അതായത് രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാനിട വരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. ദൈവം തുടർന്ന് അരുളിച്ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളിച്ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരായിരുന്നു. ഹാമായിരുന്നു കാനാൻ്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നിയെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവില ചെയ്യുന്നവനായി തീരും. അവൻ തുടർന്ന് പറഞ്ഞു, ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കാനാൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ. യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ. ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും. കാനാൻ അവനും അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിനു ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരാണ് പേര് വിവരം. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മേഷക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, ദോനാദാനീം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവന്നു. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, മിസ്രയീം, ഹുത്ത്, ഹാനാൻ എന്നിവർ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ. സപ്തേക്ക റാമയുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിമ്രോത്ത് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനോർ ദേശത്തെ ബാബേലും എറക്കും അക്കാദും അടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ ആഷൂറിലേക്ക് കടന്ന് നിനവെ, റെഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവേക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രയീമിൻ്റെ മക്കളാണ് ലൂദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രുസീം, കസ്ലുഹീം, കഫ്രോത്തോറിം എന്നിവർ. കഫ്ലുസീം എന്നാണ് ഫിലിസ്തീയരുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൽ പുത്രനായ സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമ്മാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശരുടെ നാട് സീദോന് തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസ വരെയും, സേദോമിനും ഗൊമോറായ്ക്കും അദാമയ്ക്കും സേബോമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര. യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിന് മക്കളുണ്ടായി. അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അഷൂർ,
അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവൻ്റെ പേര് പേലെഗ്, കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവൻ്റെ സഹോദരൻ്റെ പേർ യോക്താൻ. യോക്താൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദോദ്, ഷേലെവ്, ഹസർ മവത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമയൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിൻ്റെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ശേഷമിൻ്റെ സന്തതി പരമ്പര. ദേശവും തലമുറയനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്.